നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം 31 ശ്ലോകം വരെ നമ്മൾ നോക്കി ചർച്ച ചെയ്തു. അതിൽ ഭഗവാൻ കർമ്മയോഗത്തെ ചുരുക്കി പറഞ്ഞുകൊണ്ട് അതിലെ ഭഗവാന്റെ വചനങ്ങളെ ശ്രദ്ധയോടുകൂടി ആര് നിത്യം അനുഷ്ഠിക്കുന്നുവോ, യജ്ഞമായിട്ട് ജീവിതത്തെ മാറ്റുന്നുവോ, അവർ കർമ്മങ്ങളിൽ നിന്നെല്ലാം, ആ കർമ്മഫലങ്ങളിൽ നിന്നെല്ലാം, കർമ്മഫലമായ പുണ്യപാപങ്ങളിൽ നിന്നെല്ലാം മുക്തരാകുന്നു, മോചിക്കപ്പെടുന്നു എന്ന് പറയുകയുണ്ടായി. തുടർന്ന് നമുക്ക് നോക്കാം 32-ാമത്തെ ശ്ലോകം. യേ ത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസഃ. യേ തു മേ ഏതത് മതം അഭ്യസൂയന്തഃ അനുതിഷ്ഠന്തി. യാതൊരു ആളുകളാകട്ടെ എൻ്റെ ഈ അഭിപ്രായത്തെ അസൂയ ഉള്ളവരായിട്ട് അനുസരിക്കുന്നില്ലയോ. ഈ അസൂയ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരനെ അംഗീകരിക്കാതെ, അല്ലെങ്കിൽ ഈശ്വരൻ എവിടെ ഇങ്ങനെ ഒരു മനുഷ്യരൂപത്തിൽ വന്ന ശ്രീകൃഷ്ണൻ ആ മനുഷ്യനാണെന്ന് മാത്രം കണ്ടുകൊണ്ട് അവരുടെ വാക്കുകളിൽ ശ്രദ്ധ കൊടുക്കാതെ, അല്ലെങ്കിൽ അതിൽ സത്യത്വ ബുദ്ധി ഇല്ലാതെ അസൂയപ്പെട്ടുകൊണ്ട് അനുതിഷ്ഠന്തി അനുസരിക്കുന്നില്ലയോ. സർവജ്ഞാന വിമൂഢാൻ അചേതസഃ. ഒന്നും അറിയില്ല, അവർക്ക് യാതൊന്നും ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കൊന്നും കൂടിയില്ല, ശാസ്ത്രത്തോട് ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ ഒന്നും അറിയാത്തവരായി അചേതസഃ വിവേകമില്ലാത്തവരുമായി താൻ നഷ്ടാൻ വിദ്ധി, അങ്ങനെയുള്ളവരെ നഷ്ടാൻ വിദ്ധി നശിച്ചവരായി അറിഞ്ഞാലും. അവർക്ക് യാതൊരു നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അധോഗതിയാണ്, അവർക്ക് അവരുടെ ആത്മീയമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നില്ല, ഈശ്വര നിഷേധമാണ് അവരുടെ. അപ്പോൾ അവർക്ക് സാധാരണ ഇപ്പോൾ നിഷേധം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തു. ലോകത്ത് ഇന്ന് കാണുന്ന, പൊതുവേ കാണുന്ന, അല്ലെങ്കിൽ കൂടുതൽ ശതമാനം പേരും സ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ഇന്നത്തെ ആത്മീയത എന്നുള്ള പേരിൽ നടക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം പല ചൂഷണങ്ങളും പല താല്പര്യങ്ങൾക്കും നടക്കുന്നതുകൊണ്ട് അതെല്ലാം നിഷേധിക്കപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ ആത്മീയതയിലേക്ക് അവരെ നയിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ആത്മീയത എന്തെന്നുള്ളത് തിരിച്ചറിയാതെ, അപ്പോൾ അതിനെല്ലാം നിഷേധിക്കുന്ന സാധാരണ യുക്തിവാദികളെയൊക്കെ കാണാം. അല്ലാതെ ആത്മതത്വത്തെ അല്ലെങ്കിൽ ഉപനിഷത്ത് വാക്യങ്ങളെ ശരിയായി മനനം ചെയ്തുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും അങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നിഷേധിക്കാനൊന്നും ഉണ്ടാകില്ല. പക്ഷേ സാധാരണ കണ്ടുപോകുന്ന ആത്മീയത ആകുമ്പോൾ അവർക്ക് അതിൽ ആ സ്വാർത്ഥ ബുദ്ധികളെ കാണുമ്പോൾ പല കാര്യങ്ങൾക്കാണല്ലോ ഇന്നിപ്പോൾ ആത്മീയത കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അതിനെ നിഷേധിക്കാൻ യുക്തിവാദികൾ ഉണ്ടാവും. അവർക്ക് പക്ഷേ അവരുടെ അസ്തിത്വത്തെ, അവരുടെ നിലനിൽപ്പിനെ അവർക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ലല്ലോ. ആ നിലനിൽപ്പ് തന്നെയാണ്, അവരുടെ അസ്തിത്വം തന്നെയാണ് ഈശ്വരൻ എന്നുള്ളത് അവർ ശരിയായ രീതിയിൽ അതിനെ സ്വരൂപത്തെ തിരിച്ചറിയുകയാണെങ്കിൽ, ചിന്തിച്ചു മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് അവരെ തന്നെ നിഷേധിക്കാൻ എങ്ങനെ സാധ്യമാകും? സാധ്യമല്ല. അപ്പം അങ്ങനെ ഈശ്വരൻ്റെ വാക്കുകളെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതും അസൂയപ്പെട്ടുകൊണ്ട്, സാധാരണ മനുഷ്യരുടെ വാക്കുകളെ പോലെ കണ്ടുകൊണ്ട് അത് അനുഷ്ഠിക്കാത്തവരവരുണ്ടോ അവർ നശിച്ചു പോകുന്നു എന്ന് പറയുന്നത്. നശിച്ചു പോകുന്നു പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഈ ലൗകികമായിട്ടുള്ള സുഖങ്ങളൊന്നും ഇല്ലാതെ നശിക്കുക എന്നുള്ളതാണ് ഈ ജന്മം. അങ്ങനെയല്ല, അവർക്ക് ആത്മീയമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ആ സത്യവസ്തുവിനെ അവർ തിരിച്ചറിയുന്നില്ല. അവർക്ക് ആ നിത്യമായ മുക്തിയെ, സമാധാനത്തെ, കർമ്മബന്ധനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവർക്ക് സാധ്യമാകുന്നില്ല. ഈ സുഖദുഃഖങ്ങളിൽ മുങ്ങിയും താഴ്ന്നും പോകുന്നു അങ്ങനെയുള്ളവർ. അപ്പോൾ അതിനെ ഈ യജ്ഞ ഭാവനയോടുകൂടി ഈ യജ്ഞത്തെ തിരിച്ചറിയാതെ, ഈശ്വരൻ സൃഷ്ടിക്കുമ്പോൾ പ്രജകളെ യജ്ഞത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ അതൊന്നും തിരിച്ചറിയാതെ സ്വാർത്ഥ ബുദ്ധിയായി ജീവിക്കുമ്പോൾ അവർ ഈ കർമ്മങ്ങളിൽ ബന്ധപ്പെട്ട് സുഖദുഃഖങ്ങളിൽപ്പെട്ട് ഈ വിഷയങ്ങളിൽ നിന്നുള്ള രാഗദ്വേഷങ്ങളിലൂടെ പല അനുഭവങ്ങളും സുഖവും ദുഃഖവും എല്ലാം അനുഭവിച്ചുകൊണ്ട് അവർ ഈ മുന്നോട്ട് ആത്മീയമായി പുരോഗതി ഇല്ലാതെ താഴോട്ട് അധോഗതി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. സദൃശ്യം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതിർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. ജ്ഞാനവാനപി സ്വസ്യാഹ പ്രകൃതേഹ സദൃശ്യം ചേഷ്ടതേ. ജ്ഞാനമുള്ളവനും തത്വജ്ഞാനികളും എന്താണ്? തൻ്റേതായ സ്വഭാവത്തിന്, വാസനയ്ക്ക് തുല്യമായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ മനസ്സിൻ്റെ വാസനകൾ ഉണ്ടാവും. അതൊന്നും ജനിച്ചു കഴിഞ്ഞ് മരണം വരെ അവൻ എന്തായാലും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. അത് വാസനയ്ക്കനുസരിച്ചായിരിക്കും. അവനവൻ്റെ വാസനയ്ക്കനുസരിച്ച് അവർ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. ചേഷ്ടതേ എന്തെന്നാൽ ഭൂതാനി പ്രകൃതിം യാന്തി, പ്രാണികൾ അവരുടെ സ്വഭാവത്തെ പ്രാപിക്കുന്നു. നിഗ്രഹ കിം കരിഷ്യതി, ബലാത്കാരനെ ഒതുക്കി നിർത്താൻ, അല്ലെങ്കിൽ ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അകർമ്മത്തിൽ നിർത്താൻ ആർക്കാണ് സാധ്യമാകുക?
എന്ത് ചെയ്യാൻ പറ്റും? അപ്പം വാസനയ്ക്കനുസരിച്ച് ജ്ഞാനിയും അജ്ഞാനിയെ പോലെ തന്നെ പ്രവർത്തിക്കുന്നു. പക്ഷെ അവർക്ക് അതിൽ നിന്ന് ബന്ധനമില്ല. ആ നിലയിൽ എനിക്ക് ഈ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഗുണാഹ ഗുണേഷു വർത്തന്തേ, ഇന്ദ്രിയങ്ങളിൽ അതിൻ്റെ ഗുണങ്ങളിൽ വർത്തിക്കുന്നു, അതിൽ ഞാനില്ല എന്ന് തിരിച്ചറിവുണ്ടാവണം. അപ്പോൾ ഇത് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല, അത് മിഥ്യാചാരന്മാരാണ്. അവർ ആത്മാവാണ്, ആത്മാവിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തോന്നിയതുപോലെ വേണ്ടതുപോലെയൊക്കെ അവരുടെ സ്വാർത്ഥ ബുദ്ധിയിൽ ജീവിക്കുക, അല്ലെങ്കിൽ വിഷയങ്ങളിൽ രമിക്കുക എന്ന് പറഞ്ഞ് അത് ബന്ധനഹേതുവാണ്. ആത്മാവിനെ അറിയുന്നവർ സത്യത്തിൽ അവരിൽ കർമ്മങ്ങളില്ല എന്ന് തിരിച്ചറിയുന്നവർ ഇതിൽ താതാത്മ്യപ്പെടുന്നില്ലല്ലോ. ശരീര മനോബുദ്ധികൾ താതാത്മ്യപ്പെടാത്ത ആത്മബോധത്തിലിരിക്കുന്ന ആത്മാരാമരായിരിക്കുന്നവര് അവർക്ക് കർമ്മങ്ങളില്ല. അവരും പക്ഷെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ? ശരീര മനോബുദ്ധികൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിന്നെ അവർ ആ സാധാരണ ജനങ്ങളെ പോലെ ചെയ്യുമ്പോൾ അവരും അജ്ഞാനിയാണെന്ന് കാണുന്നത് ആരാ? മറ്റൊരു അജ്ഞാനിയാണ്, അല്ലെങ്കിൽ പരദൃഷ്ടിയിലാണ്. അവരിൽ സംബന്ധിച്ചോളം അവർ ജ്ഞാനികളാണ്, തത്വജ്ഞാനികളാണ്. തത്വജ്ഞാനം പോലും, തത്വജ്ഞാനി എന്ന് ചിന്തിക്കുന്നത് പോലും അജ്ഞാനമാണ്. തത്വമാണ് സത്യം, തത്വജ്ഞാനിയല്ല സത്യം. അതുകൂടി തിരിച്ചറിയണം. തത്വജ്ഞാനി എന്ന് പറയുന്നത് തത്വജ്ഞാനം ഇല്ലാത്ത അജ്ഞാനി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തത്വമാണ് സത്യം. ആ ബോധമുള്ളവൻ എനിക്ക് അറിയുന്നു എന്നുള്ളതുകൊണ്ട് അവനെ തത്വജ്ഞാനി എന്ന് പറയുന്നെങ്കിലും ഞാൻ തത്വജ്ഞാനിയാണെന്നുള്ളത് എനിക്ക് ആ ബോധമുണ്ടെന്ന് പറയാം, അറിയാതിരിക്കുന്നില്ലല്ലോ. ഞാൻ അറിയുന്നു, ഭഗവാനെ, ഈശ്വര തത്വത്തെ ഞാൻ അറിയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ആ തത്വജ്ഞാനി സത്യമല്ല, തത്വമാണ് സത്യം. തത്വമാണ് സത്യം എന്നാണ് തത്വജ്ഞാനി അറിയുന്നത്. അങ്ങനെയാണ് തത്വജ്ഞാനി അറിയുന്നത്. അതാണ് കാര്യം. അപ്പോൾ അങ്ങനെയുള്ളവർ പോലും ഈ ഉള്ളവരുടെ ശരീര മനോബുദ്ധികൾ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഒരു സാധകൻ അല്ലെങ്കിൽ കർമ്മങ്ങൾ ഇതൊന്നും എന്നിലില്ല എന്ന് പറഞ്ഞ് കർമ്മങ്ങൾ ചെയ്യാതിരുന്നാലോ, അല്ലെങ്കിൽ കർമ്മങ്ങളെ തന്നെ പല രീതിയിൽ തോന്നിയതുപോലെ ചെയ്താലോ, അവനവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച്, ഈ വാസനയ്ക്കനുസരിച്ച് അവൻ സ്വാർത്ഥ ബുദ്ധിയിൽ അവൻ ആ തത്വത്തിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തോന്നിയത് ചെയ്യാനുള്ള ലൈസൻസ് അല്ല തത്വബോധം അല്ല ഗ്രഹണം. അത് സാധ്യമല്ല. അതെല്ലാം വിദ്യാചാരന്മാരാണ്. അങ്ങനെയാണ് പലരും ഈ അദ്വൈതത്തെ അല്ലെങ്കിൽ തത്വബോധത്തെ മനസ്സിലാക്കി പ്രകരണ ഗ്രന്ഥങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ബുക്കുകൾ വായിച്ചോ മറ്റുള്ളവർ പ്രഭാഷണം കേട്ടോ തത്വജ്ഞാനികളാവുകയാണ്. എന്നിട്ടോ കർമ്മങ്ങളിലെല്ലാം ബന്ധനസ്ഥരായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. അത് അങ്ങനെ ആവരുത്. അങ്ങനെ മിഥ്യാചാരനാവരുത്, ഉള്ളുകൊണ്ടാകരുത്. വിഷയങ്ങളിൽ നിന്നും മുക്തരാവണം. തൻ്റെ മുക്തിയെ തനിക്ക് ബോധിക്കണം. അപ്പോൾ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഇച്ഛ കൊണ്ടല്ല. അത് സ്വാഭാവികമായും കർമ്മങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും തന്നിലില്ല എന്നുള്ള ബോധം വരുന്നതാണ്. അതാണ് അറിവ്. ആ അറിവിൽ അത് രണ്ടും വരും. കർമ്മങ്ങൾ ചെയ്യുന്നെന്നോ ചെയ്യുന്നില്ല എന്നുള്ളോ രണ്ടും വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ആ ബോധത്തിൽ ഉദിക്കുന്നവനാണ് തത്വജ്ഞാനി. അല്ലാതെ നമ്മൾ അതിനെ കർമ്മത്തിലേക്ക് നമ്മൾ കർമ്മം ചെയ്യുകയും അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ട് അതിൽ എന്നിലില്ല എന്ന് പറയുന്നതല്ല. ആ തത്വബോധത്തിൽ ഇല്ല എന്നുള്ള ബോധം നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. തത്വബോധത്തെ അറിഞ്ഞ് ബുദ്ധിപരമായിട്ട് അതിനെ മനസ്സിലാക്കി അതിലൊന്നും ഇല്ല എന്നറിഞ്ഞ് പിന്നെ നമ്മൾ തോന്നിയത് പോലെ ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഈ അദ്വൈത തത്വം അല്ലെങ്കിൽ പരമാർത്ഥം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് മിഥ്യാചാര്യന്മാരെ അങ്ങനത്തെ പലരെയും കാണാം. നമുക്ക് അതിങ്ങനെ തോന്നും. നമ്മൾ മറ്റുള്ളവരെ കാണാമെന്നല്ല, നമ്മൾ തന്നെ അങ്ങനെ ആയിത്തീരും. അതുകൊണ്ട് നമ്മളെ നോക്കുക, നമ്മളങ്ങനെ മിഥ്യാചാരന്മാരാവരുത്. മറ്റുള്ളവരെങ്ങനെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആരെയും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ സ്വാർത്ഥരാണ്. നമ്മളാണ് ശരിയെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് മുഖ്യം ഇതായിട്ട് ഇരിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റില്ല. അവർ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വാർത്ഥത കൊണ്ട് എന്തെങ്കിലും നേടാനായിരിക്കും അംഗീകരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവരിലൂടെ തിരിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ അംഗീകരിക്കുക. പിന്നെ അവരെ നമ്മൾ ഗുരുവിനെയും മോശമായി പറയും. അങ്ങനെയാണ് ലോകം. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ തത്വജ്ഞാനികളാണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നതല്ല കാര്യം. നമ്മൾക്ക് എങ്ങനെ തത്വബോധം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങൾ എന്താണ്, അതെങ്ങനെ പുരോഗമിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട അവരവർ തന്നെയാണ്. ആത്മീയത അതായി പറയുന്നത്. അല്ലാതെ മറ്റുള്ളവർ ഇപ്പോൾ തത്വജ്ഞൻ്റെ ഒരു ലക്ഷണം പോലും ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിനെ പ്രാർത്ഥനയിൽ പ്രയോഗിക്കാനാണ്, അല്ലെങ്കിൽ അതുപോലെ അനുസരിച്ച് ജീവിക്കാനാണ്. അല്ലാതെ തത്വജ്ഞനെ മനസ്സിലാക്കാനല്ല. തത്വജ്ഞനെ തേടി നടന്ന് തത്വജ്ഞനെ കണ്ടുകൊണ്ടൊന്നും നമ്മൾ തത്വജ്ഞനാവില്ല. നമുക്ക് വേണ്ടി പ്രയത്നിക്കുക തന്നെ വേണം. തത്വബോധത്തെ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഒരു തത്വജ്ഞൻ പോലും ഇവിടെ ഇങ്ങനെ അജ്ഞനെ പോലെ കാണുന്നുണ്ട്, പ്രവർത്തിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ ബലാത്കാരേണുള്ള ഒതുക്കി നിർത്തല് നിഗ്രഹക്കും കരിഷതി. അങ്ങനെ ഈ ബലാത്കാരേണ ഞാൻ ഒന്നും ചെയ്യില്ല, എന്നിൽ കർമ്മമില്ല എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യാനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്.
നമസ്കാരം. അപ്പോൾ അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം.